പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യാമറിയത്തെപ്പറ്റി നാം പഠിച്ചപ്പോൾ മറിയത്തെപ്പറ്റി നാം പറഞ്ഞു അവൾ ഒരു ഉദയകാല നക്ഷത്രമാണെന്ന്. അതായത് ഉദയസൂര്യൻ മുമ്പേ പ്രത്യക്ഷപ്പെടുന്ന ഉദയകാല നക്ഷത്രം. മേരിയെപ്പറ്റി നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷത്തിലൂടെ മേരിക്ക് വേണ്ടി ഒരു തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തീർത്ഥാടനത്തിലേക്ക് വീണ്ടും നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം കണ്ടു എപ്രകാരമാണ് ദൈവഹിതം മേരിയിൽ നിറവേറി. മേരി അതിനോട് എത്രമാത്രം വിശ്വസ്തത കാണിച്ചു. അങ്ങനെ യേശുവിന് ജന്മം നൽകുവാൻ വേണ്ടി അവൾ തയ്യാറായി. ഇന്ന് നാം പ്രത്യേകമായി നമ്മുടെ പഠനം ചെന്നെത്തുന്നത് എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ മേരിയിലുണ്ടായ ആഹ്ലാദത്തിൻ്റെ ആ പ്രകടനങ്ങളിലൂടെ നാമും ഒന്നായിത്തീരുവാൻ ശ്രമിക്കുകയാണ്. അതാണ് ലൂക്കാ സുവിശേഷകൻ 1-ാം അധ്യായം 46 മുതൽ ഉള്ള വാക്യങ്ങളിൽ പറയുന്നത്. ഇതിന് പറയുന്നത് മറിയത്തിൻ്റെ സ്തോത്രഗീതം, മറിയത്തിൻ്റെ മഹത്വകീർത്തനം, അതല്ലെങ്കിൽ ലാറ്റിനിൽ പറയും മാഗ്നിഫിക്കാത്ത്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആഹ്ലാദചിത്തിയായി മറിയം തൻ്റെ മനസ്സിനെ തുറക്കുന്ന ആ ഒരു വലിയ അനുഭവമാണ് ഇന്ന് ഈ സുവിശേഷത്തിൽ നാം കാണുന്നത്. ആ അനുഭവത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഇതിന് 2 ഭാഗമാണുള്ളത്. ആദ്യത്തെ ഭാഗത്ത് മറിയം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, തനിക്ക് എന്താണ് തൻ്റെ ജീവിതത്തിൽ നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ട്. രണ്ടാമത് എന്താണ് അവിടുന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറയുകയാണ്. ആദ്യത്തെ ഭാഗത്തിലേക്കൊന്ന് കടന്നു ചെല്ലാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങൾ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഇവിടെ നാം കാണുന്നത് മറിയം തൻ്റെ ഹൃദയം തുറക്കുകയാണ് എലിസബത്തിൻ്റെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ മുമ്പിൽ. മറിയത്തിന് വിവിധ അനുഭവങ്ങളുണ്ടായി, ആകുലതകളുണ്ടാകുന്നു. എങ്കിലും ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ദൈവത്തിൽ ആഹ്ലാദിക്കുന്ന മറിയം, അതിനും ഒരു പശ്ചാത്തലമുണ്ട്. മറിയത്തിന് പഴയ നിയമത്തെപ്പറ്റി, പഴയ നിയമത്തിലെ അനുഭവങ്ങളെപ്പറ്റി വ്യക്തമായ അറിവുണ്ടായിരുന്നുവെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സെഫാനിയായുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ സിയോൻ പുത്രിയെ വിളിച്ചുകൊണ്ട് എങ്ങനെ ആഹ്ലാദം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. 14-ാം വാക്യമാണ്, സിയോൻ പുത്രി ആനന്ദം ആലപിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക, ജെറുസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു, നിൻ്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ യേശുവിന് ജന്മം നൽകുന്നതിനോടുകൂടി, അതിന് തയ്യാറാകുന്നതിനോടുകൂടി മേരിക്ക് ഈ ഒരു അനുഭവം ഉണ്ടാകുകയാണ്. തൻ്റെ ശത്രുക്കളെ, ലോകത്തിൻ്റെ ശത്രുക്കളെ, പൈശാചിക ശത്രുക്കളെ ദൈവം ചിതറിക്കുന്നു. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ലോകത്തിലേക്ക് വരുന്നു. ഇതാണ് മേരിയിൽ സന്തോഷമുളവാക്കുന്നത്. വീണ്ടും നാം കാണുന്നുണ്ട് ജോയലിൻ്റെ പുസ്തകത്തിൽ. അവിടെയും ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശം വരികയാണ്. ദേശമേ ഭയപ്പെടേണ്ട, ആഹ്ലാദിച്ചാനന്ദിക്കുക. കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ പേടിക്കേണ്ട, മേച്ചിൽപ്പുറങ്ങൾ പച്ചപിടിച്ചിരിക്കുന്നു, വൃക്ഷങ്ങൾ ഫലം തരുന്നു. അത്തിമരവും മുന്തിരിവള്ളിയും ഫലങ്ങൾ സമൃദ്ധമായി നൽകുന്നു. സിയോൻ മക്കളെ ആനന്ദിക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഒരുപക്ഷെ മാതാവിൻ്റെ മുമ്പിൽ ഇനി വരാൻ പോകുന്ന ആ നല്ല കാലങ്ങളെപ്പറ്റി ചിത്രം കാണുന്നുണ്ട്. തൻ്റെ പുത്രൻ വളർന്ന് വലുതായി ലോകത്തിന് രക്ഷ നൽകുന്നു. വയലുകളിൽ പുഷ്പങ്ങൾ വിരിയുന്നു, മലകൾ പച്ച അണിയുന്നു, ജനങ്ങളിൽ സന്തോഷം. അതുകൊണ്ടാണ് മേരി പറയുന്നത്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ഒരു പ്രബോധനത്തിൽ പറയുന്നുണ്ട്, മേരി ഇത് പാടുന്നത് മേരിക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്.
യേശുവിനെ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും ഉയർന്നു വരേണ്ട ആ മഹത്വ കീർത്തനമാണിത്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ലോകത്തിലുള്ള ആനന്ദത്തിലല്ല മേരിയുടെ ആനന്ദം അടങ്ങിയിരിക്കുന്നത്, ദൈവത്തിലാണ്. അതുകൊണ്ടാണ് ഓരോ ഹൃദയത്തിൽ കൂടെ കടന്നുപോയ വാളുകൾ മേരിയെ സംബന്ധിച്ചിടത്തോളം ആനന്ദത്തിൻ്റെ അനുഭവമായിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നീടുള്ള സമയം. വീണ്ടും പറയുന്നുണ്ട്, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. മേരി ഭാവിയിലേക്ക് കാണുകയാണ്. ഇന്ന് മേരി നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. കാരണം നമ്മളുടെ ഈ തലമുറയും മേരിയെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ പിന്നിലേക്ക് നോക്കിയാൽ അവിടെ ഒരു വലിയ സിമിട്രി കാണാം. പഴയ തലമുറ, നമ്മളുടെ പിതാമഹന്മാർ മേരിയെ ഭാഗ്യവതി എന്ന് വിളിച്ചു. ഇതാ ഭാവിയിലേക്ക് നോക്കുക, നമ്മളുടെ പുതിയ തലമുറയും മേരിയെ ഭാഗ്യവതി എന്ന് വിളിച്ചു. ഇന്ന് നമ്മൾ ഓരോരുത്തരുമാണ് മേരിയെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നത്. ഇതാണ് ദൈവം മേരിക്ക് കൊടുക്കുന്ന വലിയ വാഗ്ദാനം. അത് മേരി അനുഭവത്തിലൂടെ വിളിച്ചു പറയുന്ന, സന്തോഷത്തോടെ ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സ്തോത്രഗീതം. അച്ഛനിപ്പോൾ പറഞ്ഞു മറിയത്തിൻ്റെ ആഹ്ലാദ പ്രകടനം ദൈവജനത്തിൻ്റെ മുഴുവൻ ആഹ്ലാദമാണെന്ന്. അതിൻ്റെ കാരണങ്ങളൊന്ന് വ്യക്തമാക്കാമോ? ഒന്നാമത്തെ കാരണം, ലൂക്കാ സുവിശേഷം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന മറിയത്തിൻ്റെ ആ ചിത്രം മറിയം എന്ന ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു ജനതയെ മുഴുവൻ മുമ്പിൽ കാണുകയാണ്. ജനതയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് യേശുവിനെ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ ദൈവത്തിന് മുമ്പിൽ വിധേയയായി സമർപ്പിക്കുന്നതും. ഇപ്പോഴും ഒരു സമൂഹത്തിന് മുഴുവനായിട്ട് പ്രതിനിധീകരിച്ചുകൊണ്ട് മേരി ഈ ആഹ്ലാദ പ്രകടനം നടത്തുന്നു. അതിന് പ്രധാനമായിട്ട് 3 കാരണങ്ങളാണ് സുവിശേഷത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ കാരണം, തൻ്റെ ജനതകൾക്കിടയിലുള്ള ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യം. ഇതായിരുന്നല്ലോ പഴയ നിയമത്തിലും. അവർ പേടകം വഹിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ കണ്ടു. മേരി എന്നത് ജീവിക്കുന്ന സക്രാരിയാണ്. അവിടെ ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം മേരി ഗർഭം ധരിച്ചതോടുകൂടി അവിടെ ഉണ്ടാകുകയാണ്. ആ സാന്നിധ്യം ലോകം മുഴുവൻ വ്യാപിക്കുന്നു. ഇതുകൊണ്ടാണ് ആഹ്ലാദിക്കുവിൻ, കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇതുകൊണ്ടാണ് പൗലോസ്ലീഹയും പറയുന്നത്, നിങ്ങളോട് ഞാൻ പറയുന്നു ആഹ്ലാദിക്കുവിൻ, വീണ്ടും പറയുന്നു ആഹ്ലാദിക്കുവിൻ. കാരണം യേശുവിൻ്റെ സജീവ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. മേരി ഒരു ജീവിക്കുന്ന സക്രാരിയാണ്. രണ്ടാമതായി നാം കാണുന്ന ഇതാണ്, മിശിഹ രാജാവിൻ്റെ ആഗമനം മേരിയിലൂടെ വരാൻ പോവുകയാണ്. നൂറ്റാണ്ടുകളായി ഇസ്രായേൽ ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഒരു രക്ഷകനെ. അതിനുവേണ്ടി പ്രാർത്ഥനയിലൂടെയും പ്രായശ്ചിത്തത്തിലൂടെയും പ്രതീക്ഷയിലൂടെയും അവർ കാത്തിരുന്നു. ഇന്നിതാ അത് സമാഗതമായിരിക്കുകയാണ്. ജനങ്ങളെ മുഴുവൻ, വരാൻ പോകുന്ന തലമുറ മുഴുവൻ മേരി തൻ്റെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കുകാരാക്കുകയാണ്. മൂന്നാമത്, ഉദാരമായ ദൈവീയ സാന്നിധ്യത്തിൻ്റെ ഫലദായകത്വം. എന്താണ് ആ ഫലദായകത്വം? നമ്മെ പുതിയ മനുഷ്യരാക്കി തീർക്കുന്നു. മേരിയിൽ യേശു അവതാരം ചെയ്യുന്നതോടുകൂടി മേരി ഒരു പുതിയ അസ്തിത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വേദനയിലൂടെ, നൊമ്പരത്തിലൂടെ. ഈ പുതിയ അസ്തിത്വമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ടത്. ഇതിനെ സൂചിപ്പിക്കുകയാണ്. ഇതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ ജീവിക്കുന്നു, ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇതാണ് ക്രൈസ്തവ ജീവിതം. മേരി ഏറ്റവും വലിയ ഉദാഹരണമായി കാണിച്ച് സന്തോഷം. അതായത് ക്രൈസ്തവ ജീവിതം എന്നത് ദൈവത്തിൽ സന്തോഷിക്കുവാനുള്ള ഒരു കാര്യമാണെന്ന് മേരി നമുക്ക് സ്വജീവിതത്തിലൂടെ വെളിപ്പെടുത്തി തരികയാണ്. അച്ഛാ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അച്ഛാ, ചോദ്യം ഇതാണ് അച്ഛാ, ചില സഭാ സമൂഹങ്ങൾ പരിശുദ്ധ അമ്മയെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുകയും വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. അച്ഛ, എന്തുകൊണ്ടാണിത്? അച്ഛ, ഇതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമായിട്ട് മറുപടി പറയാമോ? ശരിയാണ്, ചില സഭാ സമൂഹങ്ങൾ മേരിയെ യേശുവിൻ്റെ യഥാർത്ഥത്തിൽ അമ്മയായിട്ട് വരെയും കണക്കാക്കുന്നില്ല. അതിൻ്റെ ഉത്തരം നമുക്ക് പൂർണ്ണമായ ഒരു ഉത്തരം കൊടുക്കാൻ സാധിക്കുകയില്ല. വിശ്വാസക്കുറവെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ.
ഈ ഇന്നത്തെ മേരിയുടെ സ്തോത്ര ഗീതത്തിൽ തന്നെ ഇതിനുള്ള ചില ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ആ രണ്ടാം ഭാഗം ഒന്ന് വായിച്ചാൽ നമുക്കിവിടെ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. 1-ാം അധ്യായത്തിലെ 49 മുതലുള്ള വാക്യങ്ങൾ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. നോക്കുക, അന്ന് മാതാവിൻ്റെ മനസ്സിൽ തന്നെ ഉയർന്നു വന്ന 2 ചിന്താഗതിയാണ്. ഒന്ന്, എളിയവർക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിച്ചു, അവർ ഭാഗ്യവാന്മാരായി ദൈവം അവരെ അനുഗ്രഹിക്കുകയാണ്. രണ്ടാമത്, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെന്ന് കരുതിയവരെ സിംഹാസനത്തിൽ നിന്ന് താഴെയിട്ടു. വിശ്വാസത്തിൻ്റെ കാര്യം വരുമ്പോഴും ഇത് തന്നെയാണ്. ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ ആദ്യത്തെ ചാക്രിയ ലേഖനത്തിലെ സുവിശേഷത്തിൻ്റെ സന്തോഷത്തിൽ മാതാവിനെ പറ്റി പറയുന്നിടത്ത് മാർപ്പാപ്പ പറയുന്നുണ്ട്, കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ അമ്മയെ ഈ ലോകത്തിൽ നമ്മൾക്കായി വിട്ടിട്ട് പോയി. ആ അമ്മയോടൊപ്പം തീർത്ഥാടനം നടത്തുവാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് അത് ചെയ്തത്. യേശു അമ്മയിലേക്ക് നമ്മെ നയിക്കുന്നു, അമ്മ യേശുവിലേക്കും മാർപ്പാപ്പ പറയുന്നതാണ്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം മേരി അപ്രധാനമാണ്. അവർ താഴ്ത്തി പറയുന്നു. എന്നാൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ പൂർണ്ണതയ്ക്ക് യേശു കുരിശിൽ വെച്ച് തന്ന ആ അമ്മയെ സ്വീകരിക്കണം. അതാണ് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് ചിലർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. വിശ്വസിക്കുന്നവർ യേശുവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായിട്ടും സ്വീകരിക്കും. ഭാഗ്യവതി എന്ന് തലമുറകൾ തോറും പ്രഖ്യാപിക്കും. കുരിശിൽ വെച്ച് അമ്മയായി തന്ന മറിയത്തെ സ്വീകരിക്കുന്നവർ, വിശ്വാസപൂർവം ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർ മേരിയെ ഭാഗ്യവതി എന്ന് തലമുറകൾ തോറും വിളിക്കും. അതേസമയം അത് സ്വീകരിക്കാത്തവർ മേരിയെ തള്ളിപ്പറയുകയും താഴ്ത്തിപ്പറയുകയും ചെയ്യും. അത് അന്നും ഇന്നും കാണുന്ന ഒരു പ്രതിഭാസമാണ്. അത്രമാത്രം നമ്മളതെടുത്താൽ മതി. യേശുവിൻ്റെ അമ്മയെ താഴ്ത്തിപ്പറയുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നത് ഒന്ന്, അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. ആ അറിവിനെ പ്രാപിക്കുവാൻ വേണ്ടി അവർ സന്നദ്ധരാകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെയും ഒരു കടമയാണ് അറിവില്ലാത്തവർക്ക് അത് പറഞ്ഞു കൊടുക്കുക. എളിമയോടെ സ്വീകരിക്കുന്നവർ സത്യത്തിലേക്ക് കടന്നു വരും. അതിനുള്ളൊരു പരിശ്രമം കൂടിയാണ് ഈ ക്ലാസ്. വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന ചോദ്യങ്ങൾ നിങ്ങൾ എഴുതുക. ശാലോം ടിവിക്ക് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. ജപമാല പ്രാർത്ഥനയുടെ കനക കിരീടമാകുന്നു മാതാവിൻ്റെ ലുത്തിനിയ. മറിയത്തിന് അനവരതം സ്തുതി പാടുന്ന മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് വിശ്വാസ സമൂഹം അർപ്പിക്കുന്ന സ്തുതി കീർത്തനമാകുന്നു ലുത്തിനിയ. 16-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ലോറൻസ് ബ്രാൻസിസി രൂപം നൽകിയ വളരെ സുന്ദരമായ ഈ പ്രാർത്ഥനകൾ മാതാവിനർപ്പിക്കുന്ന റോസാപ്പൂക്കളാകുന്നു. മറിയത്തിന് തിരുസഭ പുരാതന കാലം മുതൽ നൽകി വരുന്ന വിശേഷണങ്ങളും കാലാകാലങ്ങളിൽ നൽകപ്പെട്ട ബഹുമതികളും ബൈബിൾ നൽകുന്ന അപരനാമങ്ങളും ഉൾപ്പെടുത്തി ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ മഞ്ജരി അതിനാൽ തന്നെ മറിയത്തിൻ്റെ ഭംഗിയുള്ള പ്രതിരൂപങ്ങളാകുന്നു.
ലുത്തിനിയ എന്ന വാക്കിനർത്ഥം അപേക്ഷ എന്നാണ്. മാതാവിലേക്ക് സമർപ്പിക്കുന്ന അപേക്ഷ എന്നാണ് ഇത് വിവക്ഷിക്കുന്നത്. സാവധാനത്തിൽ ഏറെ ധ്യാനാത്മകമായി ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാകുന്നു ഈ ലുത്തിനിയ. അതിനാൽ തന്നെ ഏറെ പരിപാവനവും വിശുദ്ധവുമായ ചിന്തകളാണ് ഇത് വിശ്വാസികൾക്ക് നൽകുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നാം കണ്ടെത്തുന്ന ഭംഗിയുള്ള ഒരു വിശേഷണമാണ് അത്യന്ത വിരക്തയായ മാതാവ് എന്ന വിശേഷണം. പരിശുദ്ധ മറിയം ജീവിതത്തിൽ പുലർത്തിയ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്ന വാക്കാണിത്. മറിയം പുലർത്തിയ വിശുദ്ധിയെ ഏറ്റവും മൂല്യത്തോടെയാണ് ഇവിടെ വരച്ചു ചേർക്കുന്നത്. മറിയം കന്യകയായിരുന്നു എന്നതിനുമപ്പുറം മറിയം പരിശുദ്ധയാകുന്നു എന്നതാണ് മറിയത്തിൻ്റെ വിശുദ്ധിയെ വർണ്ണാഭമാക്കുന്നത്. സഭാപിതാക്കന്മാരിൽ പ്രഥമ സ്ഥാനീയനായ ഇരണേവൂസ് മറിയത്തിൻ്റെ കന്യകാത്വത്തിനെതിരെ ഉയർന്നുവന്ന പാഷണ്ഡതകൾക്കെതിരെ തൻ്റെ ഗ്രന്ഥത്തിൽ വളരെ ശക്തമായി പഠിപ്പിക്കുന്നു. പരിശുദ്ധനായവൻ പരിശുദ്ധയായ മറിയത്തിൻ്റെ ഉദരം പരിശുദ്ധമായ രീതിയിൽ തുറന്നു എന്നാണ് പിതാവ് പഠിപ്പിക്കുന്നത്. മറിയം ദൈവത്തിൻ്റെ പരിശുദ്ധിയോട് ഏറ്റവും അധികം ചേർന്നു നിൽക്കപ്പെട്ട മനുഷ്യവ്യക്തിയായതിനാൽ ദൈവപിതാവിൻ്റെ അനന്യമായ പരിശുദ്ധി അവളിലേക്കും പകരപ്പെട്ടു. പരിശുദ്ധിയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനം മനുഷ്യകുലത്തിൽ നിന്നും ഏറ്റെടുത്ത കന്യകയാണ് മറിയം. ജോൺ 23 മാർപ്പാപ്പ നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു: എല്ലാവരും ക്രിസ്തുവിനെ കണ്ടെത്തുന്നത് മറിയത്തിലൂടെയാകുന്നു. മറിയം നിത്യമായ കന്യകയായതുകൊണ്ട് അവൾ പുലർത്തിയ വിശുദ്ധി നമുക്കും അവൾ പകർന്നു നൽകുന്നു. ജീവിതത്തിൽ നമ്മെ സ്വർഗോന്മുഖരാക്കുവാൻ ഈ വിശുദ്ധി നമ്മെ സഹായിക്കും. ആംഗലേയ കവിയായ വില്യം വേഡ്സ്വർത്ത് ഒരിക്കൽ ഇങ്ങനെ പാടി: പാപപങ്കിലമായ മനുഷ്യകുലത്തിൻ്റെ ഏക അഭിമാനമാണ് കന്യകയും പരിശുദ്ധയുമായ മറിയം. വിശുദ്ധിയുടെ പരമോന്നത സ്ഥാനം അലങ്കരിക്കുന്ന പദമാണ് അത്യന്തം വിരക്ത എന്ന പദം. ഒരു മനുഷ്യ വ്യക്തിക്ക് നൽകാവുന്ന ഏറ്റവും പരമോന്നത സ്ഥാനമാണ് പരിശുദ്ധ മറിയം അലങ്കരിക്കുന്നത് എന്ന് ഈ പദത്തിൽ നാം വിവക്ഷിക്കുന്നു. മറിയത്തിൻ്റെ ഈ ശ്രേഷ്ഠ സ്ഥാനത്തെ ബഹുമാനിച്ച് പ്രാർത്ഥിക്കുന്ന വിശ്വാസികളായ നാം ആ വിശുദ്ധിക്ക് വേണ്ടി മറിയത്തിനോട് മാധ്യസ്ഥം യാചിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാനും ഏറ്റവും നിർമ്മലരായി ജീവിക്കുവാനും മനുഷ്യകുലത്തിന് നൽകപ്പെട്ട ഏറ്റവും വലിയ മാതൃകയാണ് പരിശുദ്ധ മറിയം. ലുത്തിനിയ രഹസ്യങ്ങൾ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ധ്യാനാത്മകമായി ചിന്തിച്ചുകൊണ്ട് അമ്മയുടെ വിശുദ്ധിയോട് ചേർക്കപ്പെട്ടുകൊണ്ട് നമുക്കും സ്വർഗത്തിൻ്റെ വിശുദ്ധി സ്വന്തമാക്കാം. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും
പിഴയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ. പാപത്തിൽ വീഴാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ. പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ. മക്കളെ കാക്കുന്ന മരിയാമ്പിക ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ.